ജനനം മുതൽ മരണം വരെ ഒരു മനുഷ്യൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഭാഷയെ ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഏതൊരു മുഹൂർത്തത്തിലും ഏതൊരു നിമിഷത്തിലും ജീവിതത്തിൻ്റെ ഓരോ മൈന്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും നമുക്ക് ഭാഷ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ്. ഭാഷ എന്ന് പറയുന്നത് വെറും ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി മാത്രമല്ല. ഏതൊരു തൊഴിൽ മേഖലയിലും ഭാഷ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഭാഷ ചെലുത്തുന്ന സ്വാധീനത്തോടൊപ്പം തന്നെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള മികവ് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും വെറുതെ വാക്കുകൾ അടുക്കി പറയുന്നത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൽ ഒരു മനുഷ്യൻ്റെ ഭാഷ അവതരിപ്പിക്കുന്ന സ്ഥലം, ഉപയോഗിക്കുന്ന അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്ന വാക്കുകൾ, അത് പറയുന്ന ടോൺ, അത് പറയുമ്പോഴുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം ചേരുന്നതാണ് ആശയവിനിമയം പൂർണ്ണമാവുക. ഇത്തരത്തിൽ ആശയവിനിമയം പൂർണ്ണമാകുമ്പോൾ അതിൽ ഏറ്റവും വൈറ്റലായിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നത് ഭാഷ തന്നെയാണ്. ഭാഷാ പഠനം നമ്മുടെ നാട്ടിൽ പലപ്പോഴും അധ്യാപന മേഖലയിലേക്കുള്ള ഒരു എൻട്രി എന്നതിനപ്പുറത്തേക്ക് ഒരു തൊഴിൽ മേഖല ഉണ്ടോ എന്ന ചിന്ത പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകാറില്ലെന്ന് മാത്രമല്ല, ഭാഷയുടെ സ്വാധീനം ചെലുത്തുന്ന വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖലയെക്കുറിച്ചുള്ളവരുടെ അജ്ഞതയും സ്വാഭാവികമായിട്ടും ഭാഷാ പഠനത്തിൽ നിന്ന് കുട്ടികളെ പിന്നോട്ട് വലിക്കാറുണ്ട്. ഭാഷാ പഠനത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഭാഷ, ഇപ്പോൾ മലയാളമാണ് നമ്മുടെ കേരളത്തിലേറെ സംസാരിക്കുന്ന ഒരു ഭാഷയെങ്കിൽ ആ മലയാള ഭാഷയ്ക്ക് തന്നെ എത്രയോ വകഭേദങ്ങൾ ഓരോ പ്രദേശത്തും നമുക്ക് കാണാൻ കഴിയും. ആ വകഭേദങ്ങൾക്കനുസരിച്ച് അർത്ഥതലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, തിരുവനന്തപുരം പ്രദേശത്ത് പറയുന്ന പല വാക്കുകളും കാസർഗോഡ് ചെല്ലുമ്പോൾ മറ്റ് അർത്ഥതലങ്ങളിലേക്കായിരിക്കും എത്തിച്ചേരുക. കാസർഗോഡ് ഉപയോഗിക്കുന്ന പല വാക്കുകളും മറ്റു പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നത് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തതകളുടെ വലിയൊരു ലോകമാണ് ഭാഷ നമുക്ക് മുമ്പിൽ സമ്മാനിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വികാരങ്ങളെയും വിചാരങ്ങളെയും കൃത്യമായി സംവേദിക്കുന്നതിന് വളരെയധികം സഹായകരമാകുന്നത് എപ്പോഴും വാക്കുകളാണ്, വാചകങ്ങളാണ്. വാക്കുകൾ ചേർന്ന് വാചകങ്ങളും വാചകങ്ങൾ ചേർന്ന് ആശയങ്ങളും ഉണ്ടാകുമ്പോൾ ആ ആശയം മറ്റൊരാളിലേക്ക് പകർന്നു നൽകാൻ ഭാഷയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തും അവസരങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭാഷയുടെ അതിർവരമ്പുകൾ മലയാള ഭാഷ സംസാരിക്കുന്ന അതറിയുന്ന ആൾക്കാരിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ രണ്ടാമതൊരു ഭാഷ കൂടെ പഠിക്കുകയും ഈ ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് അതിനെ വിവർത്തനം ചെയ്യുന്ന ഒരു തൊഴിൽ മേഖല, അതൊരു പഠന മേഖലയാണ്, തൊഴിൽ മേഖലയാണ്. പുസ്തക പ്രകാശന രംഗത്തും അതുപോലെ തന്നെ സിനിമകളുടെയൊക്കെ സ്ക്രിപ്റ്റുകൾ ഡബ് ചെയ്യുന്നതിന് വേണ്ടി മറ്റു ഭാഷകളിലേക്ക് മാറ്റുകയും മൊഴിമാറ്റം നടത്തുകയും ചെയ്യുന്ന സാധ്യതകൾ, കൂടാതെ സബ് ടൈറ്റിലുകൾ എഴുതുന്ന മേഖലകളൊക്കെ ഭാഷ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലുള്ള തൊഴിൽ സാധ്യതകളാണ്. പത്രപ്രവർത്തന മേഖലകളിൽ ഭാഷയില്ലാതെ ഒരിക്കലും ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഭാഷകളിൽ വിദേശ ഭാഷകൾ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് പലപ്പോഴും മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ഡോക്യുമെൻ്റ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു കീ പൊസിഷനിൽ ഇരിക്കാൻ കഴിയുക. UN സെക്രട്ടേറിയറ്റും യുണിസെഫും യുനെസ്കോയും IMFും ILOയും അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് ഏതെങ്കിലും 1-2 UN ലാംഗ്വേജ് പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ ഭാഷയുടെ സ്വാധീന തലങ്ങൾ എത്താത്ത മേഖലകളില്ല എന്ന് ആദ്യം തിരിച്ചറിയുകയും അധ്യാപന മേഖലയ്ക്ക് അപ്പുറത്തേക്ക് ലെക്സിക്കോഗ്രാഫർ എന്ന് പറയുന്ന തൊഴിൽ മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. വാചകങ്ങളിലും വാക്കുകളിലും അർത്ഥതലങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഡിക്ഷണറി രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുകയും അതിലേക്ക് ആലേഖനം ചെയ്യപ്പെടുകയും കാലോചിതമായി അത് പരിഷ്കരിക്കുകയും ചെയ്യുന്ന തൊഴിൽ മേഖല നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ. പക്ഷേ നമ്മൾ പലപ്പോഴും വളരെ പരിമിതമായ തൊഴിൽ മേഖലയെക്കുറിച്ച് മാത്രമാണ് ഭാഷ എന്ന ആ ഒരു പഠന മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരിക. പ്രൂഫ് റീഡർ എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖല ഇന്ന് വളരെ അധികം സാധ്യതകളുള്ളതാണ്. കാരണം അച്ചടി മാധ്യമ രംഗത്ത് മാത്രമല്ല, ഇലക്ട്രോണിക് മാധ്യമ രംഗത്തും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമ രംഗത്തും ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഇത്രയും വികസിച്ച കാലത്ത് അച്ചടി മാധ്യമത്തിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് പോകുമ്പോഴും നമുക്ക് പ്രൂഫ് റീഡ് ചെയ്ത് അക്ഷരത്തെറ്റില്ലാതെ ആശയത്തെറ്റില്ലാതെ നമുക്ക് അതിനെ ജനങ്ങളുടെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ അല്ലെങ്കിൽ വായനക്കാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പം അങ്ങനെ പുസ്തക പ്രകാശന മേഖലയ്ക്ക് അപ്പുറത്തേക്ക്
നമുക്ക് ഇത്തരത്തിലുള്ള പ്രൂഫ് റീഡർ എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖലയെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിശാലമായ ഒരു ഏരിയ നമ്മുടെ മുമ്പിലുണ്ട്. ഭാഷ പഠിച്ച കുട്ടികൾക്ക് തന്നെയാണ് പലപ്പോഴും കഥയും കവിതയും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട മേഖലകളിൽ കൂടുതൽ പദസമ്പത്തുണ്ടാവുക. അവർക്ക് അവിടെ കൂടുതൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങും. അപ്പം ഫൈൻ ആർട്സ് പോലുള്ള മേഖലകളിലും നമുക്ക് ഭാഷയുടെ സ്വാധീനം വളരെയധികം കാണാൻ കഴിയും. പരസ്യ മേഖലകളിൽ നല്ല നല്ല ക്യാപ്ഷൻസുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കോടികളാണ് പലപ്പോഴും വരുമാനമായി കിട്ടുക. അപ്പോൾ പരസ്യ മേഖലകളിൽ പത്രപ്രവർത്തനം മാത്രമല്ല, മാസ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, പരസ്യ മേഖലകളിലും അഡ്വർടൈസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലും ഭാഷയുടെ സ്വാധീനം വളരെ വിപുലമാണ്. ഭാഷയുടെ സ്വാധീന തലങ്ങൾ എത്താത്ത ഒരു ഏരിയയുമില്ല. മെഡിക്കൽ പ്രൊഫഷനിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഭാഷ വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിൽ മെഡിക്കൽ ടേംസ് ആയിരിക്കും നമ്മളവിടെ ഉപയോഗിക്കുക എന്ന് മാത്രം. അവിടെയും ഭാഷയുടെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ ഭാഷ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പ്രധാന മേഖലയാണ്, വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെയധികം വളർന്നു പടർന്നു പന്തലിച്ചിട്ടുള്ളൊരു മേഖലയാണ് അറ്റ്പാർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അച്ഛനും അമ്മയും മാതാപിതാക്കൾ വളരെയധികം ജോലി തിരക്കുള്ള ആൾക്കാരാകുമ്പോഴത്തേക്കും അവരുടെ ജോലി തിരക്ക് അവരുടെ കുട്ടികളുടെ വളർച്ചയെ വല്ലാതെ സ്വാധീനിക്കാറുണ്ട്. അവരുടെ കാര്യത്തിൽ മതിയായ ശ്രദ്ധ പുലർത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ തോതിൽ ഭാഷയുടെ പഠനം നടക്കേണ്ട കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ സംരക്ഷണം ഇല്ലാതാവുകയും വൃദ്ധരായിട്ടുള്ള മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വാധീനം കുറയുകയും ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ ഈ കുട്ടികളുടെ കുട്ടിക്കാലത്തെ ഭാഷാ ശൈലി പ്രയോഗങ്ങൾ അവരോട് അതേ നിലവാരത്തിൽ പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് സമയം ചെലവഴിക്കുന്ന ഒരു തൊഴിൽ മേഖല വിദേശ രാജ്യങ്ങളിലൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു. കേൾവി പരിമിതിയുള്ള ആൾക്കാരുണ്ട്, സംസാര പരിമിതിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഭാഷ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സൈൻ ലാംഗ്വേജുകളാണ് പലപ്പോഴും ഉപയോഗിക്കുക. അതും ഭാഷയുടെ ഭാഗമാണ്. അപ്പോൾ സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന മേഖലകളിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത്തരം മേഖലകളിലേക്ക് പോകാം. BASLP പോലുള്ള കോഴ്സുകളൊക്കെ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് നമുക്ക് ലഭ്യമായിട്ടുള്ള കോഴ്സുകളാണ്. അതുകൂടാതെ നമുക്ക് അതൊരു പാരാമെഡിക്കൽ മേഖലയായിട്ടാണ് കരുതപ്പെടുന്നതും. അതേപോലെ തന്നെ നമുക്ക് മറ്റ് തരത്തിൽ ഇപ്പോൾ ഒരു ഭാഷ കൈകാര്യം ചെയ്ത് ഇപ്പോൾ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ നോക്കുമ്പോൾ ദേശീയ നേതാക്കളും അന്തർദേശീയ തലത്തിലുള്ള നേതാക്കളുമൊക്കെ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഭാഷകൾ പരിവർത്തനം ചെയ്തു കൊടുക്കും. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു മേഖല. അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നൊരു മേഖലയുണ്ട്. ആ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്ന മേഖലകളും നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ള ഭാഷയുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളാണ്. അപ്പം നമ്മൾ കോടതികളിലൊക്കെ പലപ്പോഴും വാദിയും പ്രതിയും വക്കീലന്മാർ ചോദിക്കുന്ന അഡ്വക്കേറ്റുമാർ ചോദിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലാണ്. അവർ പറയുന്നത് എഴുതി വെക്കുന്ന ഒരു തൊഴിൽ മേഖല. അപ്പോൾ അങ്ങനെ ഭാഷയുടെ സ്വാധീനം ചെല്ലുന്ന, ഭാഷയുടെ സ്വാധീനത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നിരവധി മേഖലകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിലുള്ള വിശാലമായ ഈ ഒരു പഠന തൊഴിൽ മേഖലയെ കുട്ടികൾ എത്രമാത്രം സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളുന്നു എന്നുള്ളതും അതിൻ്റെ ആഴതലങ്ങളിലേക്ക് നല്ല വായനാശീലവും അതുപോലെ തന്നെ ഭാഷാ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ വിഭിന്നങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും പരമ്പരാഗത ഭാഷകളിലുള്ള സ്വാധീനം, നമുക്ക് നാടൻ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അതിനകത്ത് കൂടുതലും ഒരു ടോണിനാണ് അല്ലെങ്കിൽ ആ ഒരു താളബോധത്തിനാണ് പ്രാധാന്യം നൽകുക എന്ന് നമുക്ക് കാണാൻ കഴിയും. വൃത്തങ്ങളെക്കാളൊക്കെ അല്ലെങ്കിൽ വ്യാകരണത്തെക്കാളൊക്കെ ഉപരി ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഇത്തരം മേഖലകൾക്കാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഭാഷയിൽ വ്യാകരണത്തിനും വൃത്തത്തിനും അതുപോലെ തന്നെ അർത്ഥതലങ്ങൾക്കും അതിൻ്റെ സംസാരിക്കുമ്പോഴുള്ള താളബോധത്തിനും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട് എന്നും ആ വലിയ പ്രാധാന്യങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് ഭാഷയുടെ മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് തൊഴിൽ മേഖലയ്ക്കൊപ്പം തന്നെ അവരവരുടെ വിശാലമായിട്ടുള്ള കഴിവുകളെ, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ പരിപോഷിച്ചുകൊണ്ട് മറ്റൊരു തൊഴിൽ മേഖല സ്വയം കണ്ടെത്താനും കഴിയുന്ന മികച്ച സാധ്യതകളുടെ ഒരു അക്ഷയ ഖനിയാണ് ഭാഷാ പഠനം.